ഭാനുവിന്റെ വീടല്ലേ? അതെ. മോളാരാ? ഞാൻ ഭാനുവിന്റെ കൂടെ പഠിക്കുന്നത് ശരണ്യ. ആഹാ, ആണോ? ഞാൻ ഭാനുവിന്റെ അമ്മയാ. മോളുടെ വീട് എവിടെയാ? എരുത്താവൂരിനടുത്താ. ഭാനുവിനെ ഒന്ന് വിളിക്കാമോ ആന്റി? ഓ, വാ, കേറി വാ. അവളകത്തുണ്ട്. മോള് വാ വാ വാ. ഭാനു, മോളെ ഇരിക്കെ. ശരണ്യ, എന്താടി ഈ വഴിയൊക്കെ? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നീ ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. അമ്മേ, എന്റെ കൂടെ പഠിക്കുന്ന ശരണ്യ. പറഞ്ഞു എന്നോട്. നീ വാ അമ്മേ, കോഫി എടുക്കട്ടെ. ശരി ആന്റി. വാ. വാ, എന്തൊക്കെയുണ്ട് വിശേഷം? ബാക്കി ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു? വിളിക്കാറുണ്ടോ അവരൊക്കെ? വാ, നീ ഇവിടെ ഇരിക്ക. ഒരു മിനിറ്റ്. നിന്റെ അപ്രതീക്ഷിത വിസിറ്റ് മനസ്സിലായില്ല. എന്തെങ്കിലും ഇല്ലാതെ ഞാൻ വരില്ലല്ലോ. വീടെങ്ങനെ മനസ്സിലായി? നീ പറഞ്ഞൊരു ചെറിയ ഓർമ്മയുണ്ടായിരുന്നു. എന്താടി വിശേഷങ്ങള്? ജയേഷുമായിട്ടുള്ള നിന്റെ വിവാഹം തീരുമാനിച്ചെന്നറിഞ്ഞു. അതെ. ആരാ? ജയേഷാണോ പറഞ്ഞത്? അല്ല, ജയേഷിന് ഇപ്പൊ കണ്ടു കിട്ടാറേ ഇല്ല. കുറെ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാലോ. അതൊക്കെ കൊണ്ടാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ, താങ്ക്സ് ആന്റി. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഒരനുജൻ. സംസാരിച്ചിരിക്കേ. അമ്മ നിന്നെ ആദ്യമായിട്ട് കാണുന്നതിന്റെയാ. നിന്നെ അറിയില്ലല്ലോ. നീ കുടിക്ക്. ഭാനു, നീ ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താടി? നീ ഒന്ന് വാ, എനിക്ക് നിന്നോടൊരല്പം സംസാരിക്കാനുണ്ട്. നീ പറഞ്ഞോ, ഇവിടെ ആരും വരത്തില്ല. അത് വേണ്ട, നീ ഒന്ന് വാ, കുറച്ച് പേഴ്സണലാ. വാ. എന്താ ശരണ്യെ, എന്താ ഇത്ര സീക്രട്ട് ആയിട്ട് പറയാനുള്ളത്? നീ വാ, ഞാൻ പറയാം. നിന്റെ വീട്ടിലാരും കേൾക്കണ്ടെന്ന് കരുതിയിട്ടാ. എന്താടി? എന്താന്ന് വെച്ചാൽ കാര്യം പറ. എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ. ഭാനു, നീ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. ഇനിയും നിന്നോട് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും എന്നെ വെറുതെ വിടില്ല. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെയും ജയേഷിന്റെയും വിവാഹം തീരുമാനിച്ചെന്നറിഞ്ഞപ്പോഴാ ഞാൻ മറ്റൊരു സത്യം അറിഞ്ഞത്. ഒരിക്കലും നീ വിചാരിക്കുന്ന ഒരാളല്ല ജയേഷ്. അന്ന് നിനക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി തന്നത് ആരാന്നറിയോ? ആരാ? ഈ ഞാനാ. നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? പക്ഷെ അതാണ് സത്യം. ശരണ്യ, നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്തിനാ മയക്കുമരുന്ന് കലർത്തി ജ്യൂസ് തന്നത്? ഞാൻ തന്നതല്ല, എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ആര്? ജയേഷ്. ഭാനു, നിന്നെ അവൻ ട്രാപ്പിലാക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഭാഗ്യത്തിനാണ് നിന്നോടവൻ അപമര്യാദയായി പെരുമാറാഞ്ഞത്. ശരണ്യ, നീ ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചതുകൊണ്ട് മനഃപൂർവ്വം പറയുന്നതല്ലേ? ഒരിക്കലും അല്ല ഭാനു. നിന്നെ കഴിവെങ്കിൽ അവനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നത്. അവൻ കാരണം എത്ര പെൺകുട്ടികളാണെന്നറിയോ കണ്ണീര് കുടിച്ചിട്ടുള്ളത്. അപ്പൊ നീ
ഇത് എത്രയും നാളും എന്നോട് പറയാതിരുന്നതിന്റെ കാരണം എന്താ? പറയാം. ലീന, വരൂ. ഇത് ലീന. ഭാനുവിന് മുമ്പ് ജയേഷ് വിവാഹ വാഗ്ദാനം ചെയ്ത പെൺകുട്ടിയാ ഇത്. ഇവളിപ്പോ ഗർഭിണിയാ. ജയേഷിന്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലുള്ളത്. എനിക്കറിയില്ല. ശരണ്യ എന്നോട് എല്ലാം പറഞ്ഞു. ഭാനുവിനെ ചതിച്ചതുപോലെയാ ജയേഷ് എന്നെയും ചതിച്ചത്. ഭാനുവിന്റെ മുറച്ചിറക്കനായതുകൊണ്ടും ഭാനുവിന്റെ അമ്മയുടെ പേരിലുള്ള സമ്പത്ത് കൈവിട്ടു പോവാതിരിക്കാനും വേണ്ടിയാ നിങ്ങളുടെ എല്ലാം മുമ്പില് ജയേഷ് ഭാനുവിന്റെ രക്ഷകനായത്. ഭാനു ലീനെ പോലെ ഒരു സാധുവായിരുന്നെങ്കിൽ ലീനയ്ക്ക് പറ്റിയതുപോലുള്ള ഒരു ചതി ഭാനുവിനും പറ്റുമായിരുന്നു. ഭാനുവിന്റെ വീട്ടുകാരുടെ മുമ്പിൽ നല്ലവനാവുകയായിരുന്നു അവന്റെ ലക്ഷ്യം. ഭാനു, ഇനിയും കൈവിട്ട് പോയിട്ടില്ല. നീ നന്നായിട്ട് ആലോചിക്കുക.